ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2026-2027 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 45,57,21,362 രൂപ വരവും 45,18,83,144 രൂപ ചിലവും 38,38,218 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി ബജറ്റ് അവതരണം നടത്തി. 2026-2027 ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള പാറളം, ചേർപ്പ്, അവണിശ്ശേരി, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തുകളിലെ സമതുലിതമായ വികസനം പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് 2026-2027 അവതരിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമായി നേരിട്ട് ഇടപെടുന്ന ചേർപ്പ് ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ, ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി, വെങ്ങിണിശ്ശേരിയിലെ സാന്ത്വനം ബഡ്സ് സ്കൂളും വിശാലമായ വികസന പദ്ധതികൾ നടത്തേണ്ടതുണ്ട്. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ പഴയ ബ്ലോക്ക് പൊളിച്ച് നീക്കം ചെയ്ത് പുതിയ കെട്ടിടം നവീകരിച്ച് സ്ഥാപിക്കാൻ 12 കോടി രൂപയുടെ പ്ലാനും എസ്റ്റിമേറ്റും കേരള സർക്കാരിന് മുന്നിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ OP കെട്ടിടത്തിന് പുറകിലുള്ള 32 ലക്ഷം രൂപയുടെ കെട്ടിട നവീകരണം പൂർത്തിയായി വരികയാണ്. നവകേരള സദസ് വഴി അനുവദിക്കപ്പെട്ട OP കെട്ടിടത്തിന് മുകളിലുള്ള 2 കോടി രൂപയുടെ പുതിയ കെട്ടിടം പണിക്ക് കേരള സർക്കാർ അനുവാദം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ അധ്യക്ഷയായി. ജനങ്ങളുടെ പ്രതീക്ഷകൾ സംരക്ഷിക്കുന്നതാണെന്ന് കരുതുന്നു. ബ്ലോക്ക് പഞ്ചായത്തിനെ സർക്കാർ അനുവദിച്ചിട്ടുള്ളതും സംയുക്ത പദ്ധതികൾക്കായി ലഭിക്കുന്നതുമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് എല്ലാ മേഖലകളുടെയും വികസനം സാക്ഷാത്കരിക്കുന്നതിനായി 2026-2027 വർഷത്തെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് സമർപ്പിക്കുന്നു. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി നവീകരണത്തിനായി 14 കോടി രൂപയുടെ പദ്ധതിയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്യാൻസർ പരിശോധനയ്ക്കായി മാമോഗ്രാം സംവിധാനം സ്ഥാപിക്കാൻ 25 ലക്ഷം രൂപ വക കൊള്ളിച്ചു. വെങ്ങിണിശ്ശേരി സാന്ത്വനം ബഡ് സ്കൂൾ വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 4 ലക്ഷം രൂപയും നീക്കിവെച്ചു. കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ആദ്യമായി സ്ഥാപിതമായ ബഡ് സ്കൂളിന് 3 കോടി രൂപയുടെ പുതിയ കെട്ടിട സമുച്ചയമാണ് ലക്ഷ്യമിടുന്നത്. കോൾവയലുകൾ കേന്ദ്രീകരിച്ച് ഗ്രാമീണ ടൂറിസവും ജലഗതാഗതവും തുടങ്ങാൻ 5 കോടി രൂപയുടെ പദ്ധതി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപ. ഗ്രാമീണ കൃഷിക്കാരുടെയും കുടുംബശ്രീകളുടെയും ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി വിപണന കേന്ദ്രം. ഇതിനാവശ്യമായ സ്ഥലം വാങ്ങാനും കെട്ടിടത്തിനുമായി 1 കോടി രൂപ ചിലവഴിച്ച് നാട്ടുചന്ത. ബ്ലോക്ക് പഞ്ചായത്തിലെ രജിസ്ട്രേഡ് പാടശേഖരങ്ങൾ, ക്ലബ്ബുകൾ, സ്കൂളുകൾ എന്നിവയുടെ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങും. ഭവന നിർമ്മാണ പദ്ധതികൾക്ക് 3,49,69,800 രൂപയും പട്ടികജാതി വികസന പ്രവർത്തനങ്ങൾക്ക് 56,80,000 രൂപയും റോഡുകളുടെ നവീകരണത്തിന് 82,25,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 86,59,500 രൂപയും കാർഷിക മേഖലയ്ക്ക് 66,75,000 രൂപയും വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 3,59,670 രൂപയും കലാകായിക പ്രവർത്തനങ്ങൾക്ക് 7,85,000 കുടിവെള്ള സംരക്ഷണം നഗരസഞ്ചയ പദ്ധതിക്ക് 1 കോടി രൂപയുമാണ് ബജറ്റിലുള്ളത്. ഉന്നതികൾക്ക് കോർപ്പസ് ഫണ്ട് 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ഭരതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, പാർലം, അവണിശ്ശേരി, ചേർപ്പ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിത പ്രസിഡന്റ്, റോസ്ലി ജോയ്, സിജോ ജോർജ്, രമാപ്രകാശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, KB പ്രജിത്ത്, പ്രദീപ് പാണപ്പറമ്പിൽ, രാജേഷ് വല്ലച്ചിറ, TN ജയശങ്കർ, രശ്മി ബൈജു, സുകന്യ ജനീഷ്, ലത ഗോപിനാഥ്, സിനി പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷ് എന്നിവർ സംസാരിച്ചു.